ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ ഷാനവാസ് ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മൂപ്പരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഡ്ജ്, സ്റ്റാർ ബാഡ്ജ് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുകയാണ്. ഒന്നാം തീയതി കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് കളഞ്ഞിലോടാ. ഇനി ഇക്കൊല്ലം പോക്ക. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. അതിപ്പോ നമ്മുടെ അക്ബർ ഖാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. ഈ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കാനായിട്ട് നമ്മുടെ കോമണർ അനീഷും അതുപോലെ നമ്മുടെ അക്ബർ ഖാനും ഒക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്റെ ദൈവമേ, പാലായിലും ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? അല്ല, അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ടല്ലേ മറിമായി നടന്നത്. ആ സമയത്ത് ഷാനവാസ് ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ സാബുവിന്റെ കയ്യിൽ കൊടുത്തു. സാബു കമ്മലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കൊണ്ട് കൊടുത്തത്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ടേ? എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. സാബു ഈ സാധനം എന്താണെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ അക്ബർ ഖാൻ സാധനം അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ എന്തായി? കണ്ടവന്മാര് കിരീടം കൊണ്ടുപോയില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ അസൂയ പാടില്ലെന്ന്. ഇപ്പോ അക്ബറിന്റെ കയ്യിലാണ് ഇതുള്ളത്. അപ്പോ നമ്മുടെ ഷാനവാസ് ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. കയ്യിലെ കിടച്ചത് പോച്ച്, പാക്കറ്റിൽ ഇരുന്നും പോച്ച്. ഗ്യാസ് നിറച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. വാൽവ് മുറുക്കി അടച്ചേരെ, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കയ്യിൽ പിടിച്ചോണ്ട് ഒരുപാട് നേരം എനിക്ക് തോന്നുന്നു ഇവരെ കൂടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? എന്തായാലും ആദ്യത്തെ ടാസ്കില് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു നമ്മുടെ ഷാനവാസിന്. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നോട്ടല്പം ചവിട്ടിയതേ മുന്നോട്ട് ആഞ്ഞു ചാടാനാ. എന്നാൽ 4 കാലം പൊക്കൊന്ന് കുതിച്ചു ചാട് കാണട്ടെ. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ അദ്ദേഹം ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കും. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകും. അതൊരു പ്രശ്നമല്ല. മര്യാദക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ